ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ASM എക്സാം കൂടാതെ തന്നെ CPO തുടങ്ങിയ നിരവധി എക്സാമുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ ഒരു എക്സാമിന് വേണ്ടി പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോഴെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്കിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, രാജാ റാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജാ റാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നമുക്ക് ഓപ്ഷൻസിൽ നൽകിയിട്ടുള്ളത് അമൃത ബസാർ പത്രിക, രണ്ടാമത്തേത് സ്വദേശി മിത്രം എന്ന് വായിക്കുക, മൂന്നാമത്തേത് മിറാത്തുൽ അക്ബർ, നാലാമത്തേത് സംവാദ് കൗമുദി. ഇതാണ് ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പത്രങ്ങളും രചയിതാക്കളും എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്. അപ്പോഴും നമുക്ക് ആൻസറിലേക്ക് പോകാം. മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദിയുമാണ് രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പത്രങ്ങൾ. മിറാത്തുൽ അക്ബറും പിന്നീട് ഏതാണ് പറഞ്ഞത്? സംവാദ് കൗമുദി. മിറാത്തുൽ അക്ബർ, സംവാദ് കൗമുദി. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട രണ്ട് പത്രങ്ങളാണ്. ഏതൊക്കെയാണ്? മിറാത്തുൽ അക്ബറും പിന്നീട് സംവാദ് കൗമുദിയുമാണ്. മിറാത്തുൽ അക്ബർ, സംവാദ് കൗമുദി പറഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കുക. മിറാത്തുൽ അക്ബർ, സംവാദ് കൗമുദി, രാജാ റാം മോഹൻ റോയ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. അതായത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരും എന്നുള്ള ഹെഡിങ്ങിൽ 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൽ നിന്നാണ് ഈ ഒരു ടേബിൾ ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമുക്ക് ഈ ഒരു ടേബിളിൽ കുറേ പത്രങ്ങളും അതിൻ്റെ നേതാക്കന്മാരെയും തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പഠിച്ചെടുക്കാനായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഹിന്ദു സ്വദേശി മിത്രം. നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നതാണ്. ഹിന്ദു സ്വദേശി മിത്രം എന്ന് പറയുന്ന ആ ഒരു പത്രം ആരുടേതാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രമാണ് ഹിന്ദു സ്വദേശി മിത്രം. ഇപ്പോൾ രണ്ട് പത്രങ്ങളാണ്. ഏതൊക്കെയാണ്? ഹിന്ദു സ്വദേശി മിത്രം. ഇത് ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രങ്ങളാണ്. ഹിന്ദു സ്വദേശി മിത്രം. രണ്ട് പത്രങ്ങൾ ആരുടേതാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക എന്നുള്ള ഈ ഒരു പത്രത്തിന് രണ്ട് വ്യക്തികളാണുള്ളത്. മോത്തിലാൽ ഘോഷ്, ശിശിർ കുമാർ ഘോഷ്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷിൻ്റെ പത്രമാണ് അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക എന്നാണ് പത്രത്തിൻ്റെ പേര്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ഹിന്ദു സ്വദേശി മിത്രം, ഇത് രണ്ടും ജി സുബ്രഹ്മണ്യ അയ്യർ. അടുത്തത് ബോംബെ സമാചാർ ആണ്. ബോംബെ സമാചാർ എന്ന പത്രം ഫർദൂർജി മർസ്ബാൻ്റേതാണ്. ഫർദൂർജി മർസ്ബാൻ്റെ പത്രമാണ് ബോംബെ സമാചാർ. അടുത്തത് രണ്ട് പത്രങ്ങൾ, കേസരി മറാത്ത. കേസരിയും മറാത്തയും ആരുടെ പത്രമാണ്? ബാലഗംഗാധര തിലകൻ്റെ പത്രമാണ്. ബാലഗംഗാധര തിലകൻ്റെ പത്രമാണ് കേസരിയും മറാത്തയും. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ ആകുമ്പോൾ, അതിൻ്റെ ഇടയ്ക്ക് ബംഗാളി എന്നുള്ളൊരു പത്രമുണ്ട്. ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത ഷോം പ്രകാശ് ആണെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റേതാണ്. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത നോ ഇന്ത്യ കോമൺവീൽ, ആനി ബസന്റിൻ്റെ പത്രം. നോ ഇന്ത്യയും കോമൺവീലും ആനി ബസന്റ്. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നോ ഇന്ത്യ കോമൺവീൽ, ആനി ബസന്റ്. യങ് ഇന്ത്യ, ഹരിജൻ തുടങ്ങിയത് മഹാത്മാഗാന്ധിയുടെ പത്രം. യങ് ഇന്ത്യയും ഹരിജനും മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. അൽ ഹിലാൽ ആണെങ്കിലോ, അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ് അൽ ഹിലാൽ. വന്ദേ മാതരം ആണെങ്കിൽ ലാല ലജ്പത് റോയ്. ലാല ലജ്പത് റോയിയുടെ പത്രം വന്ദേ മാതരം. നേഷൻ ആണെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രം നേഷനാണ്. അപ്പോൾ ഈ ഒരു പത്രമൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, 2-3 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞ് എന്തായാലും ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഷുവറായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. കഴിഞ്ഞ
10th പ്രിലിംസ് എക്സാമിന് വരെ ഈ പത്രങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം മെയിൻസ് എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റിലിട്ട് നമ്മളെ കുഴപ്പിക്കാനും ചാൻസ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന മെയിൻ എക്സാമുകൾ ഏത് എക്സാം ആയാലും നിങ്ങൾ ഈ ഒരു ടേബിൾ ഷുവറായിട്ടും പഠിക്കുക, മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ടേബിൾ മനസ്സിലായല്ലോ. ഹിന്ദു സ്വദേശി മിത്രമാണെങ്കിൽ ആരായിരുന്നു? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. അമൃത ബസാർ പത്രിക ആണെങ്കിൽ ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് ബോംബെ സമാചാർ ആണെങ്കിൽ ഫർദൂർജി മർസ്ബാൻ്റേതാണ്. കേസരി മറാത്ത ആണെങ്കിൽ ബാലഗംഗാധര തിലക്. ബംഗാളി ആണെങ്കിൽ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ദാദാഭായ് നവറോജിയാണ്. ഷോം പ്രകാശ് ആണെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവീൽ ആണെങ്കിൽ ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജിയാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഞാൻ പറഞ്ഞ് പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് നിങ്ങളും എൻ്റെ കൂടെ പറഞ്ഞ് പഠിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1857 റിവോൾട്ട് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. രണ്ടാമത്തെ ഓപ്ഷൻ ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. മൂന്നാമത്തേത് ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമ്മളോട് പറയുന്നു ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ശരിയായതെന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാക്കന്മാരാണ് നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബും താന്തിയ തോപ്പിയും. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിയത് കാൺപൂരിലെ നേതാക്കന്മാരാണ്. ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ക്ലിയർ അല്ലേ? കാൺപൂരിലാണ് നാനാ സാഹിബും താന്തിയ തോപ്പിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഈ ഡൽഹിയിലാണെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിലാണെങ്കിൽ ആരാ? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിഭായ്. എളുപ്പത്. ലക്നൗ ആണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ഓപ്ഷനിൽ തെറ്റിച്ചാണ് തന്നത്. അപ്പോൾ ലക്നൗ ആണെങ്കിൽ ഓർത്തോളുക ബീഗം ഹസ്രത്ത് മഹലാണ്. പിന്നീട് കാൺപൂരിൽ നമ്മൾ ആ ഓപ്ഷൻ അതാണ് പഠിച്ചതാണ് അല്ലേ? നാനാ സാഹിബും താന്തിയ തോപ്പിയും കറക്റ്റാണ്. ഇനി ഫൈസാബാദിലാണ് മൗലവി അഹമ്മദുള്ള. അപ്പം നമുക്കൊന്നുകൂടെ പറയാം. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിഭായി ആണ് ഝാൻസിയിൽ. ലക്നൗവിലാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഫൈസാബാദിലാണ് മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഉറപ്പായിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഏതാ? കലാപവും നേതാക്കന്മാരും. അടുത്തത് നമ്മളുടെ വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ നമ്മളടുത്ത് വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിൽ DS കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രസ്താവന അതിലേതാണ് ശരിയായിട്ടുള്ളത്? അത് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് 2 അതുപോലെ തന്നെ 4. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളെപ്പോഴും പഠിക്കുന്നതിൽ 10+2+3 പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ പഠിക്കുക. 10+2+3 ആരാണ്? കോത്താരി കമ്മീഷൻ്റെ ശുപാർശയാണ്. അതായത് വിദ്യാഭ്യാസ കമ്മീഷനായ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശയാണ്. ഏതൊക്കെയാണ്? 10+2+3 അത് പഠിച്ചല്ലോ. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാനുണ്ട്. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇത് രണ്ടുമാണ് DS കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ശുപാർശകൾ. 10+2+3 എന്നുള്ള ആ ഒരു മാതൃക കൊണ്ടുവരിക. കൂടാതെ എന്താണ്? മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇത് രണ്ടും DS കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട ശുപാർശകളാണ്. അപ്പോഴേ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഇനിയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്.
രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1948ആണ്. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പം അതിൻ്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. സർവകലാശാല വിദ്യാഭ്യാസമാണ്. അപ്പോൾ സർവകലാശാല വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. ഇനി അതിൻ്റെ ശുപാർശകളാണ് പിന്നീട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ശുപാർശകൾ നമുക്ക് നോക്കുമ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അതായത് നമ്മുടെ UGC അതിൻ്റെ രൂപീകരണം. ഇത് ഇത്രയുമായിരുന്നു ശുപാർശകൾ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനത്തിന് അതായിരുന്നു ലക്ഷ്യം. ശുപാർശ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം. ക്ലിയർ? അടുത്തതാണ് മുതലിയാർ കമ്മീഷൻ. 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സെക്കൻഡറി മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ആരാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇതിൻ്റെ ലക്ഷ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. രണ്ടാമത്തേത് ഏതാണ്? സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം. സെക്കൻഡറി തലമാണ്, സെക്കൻഡറി തലം. പിന്നെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ HSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക, അതായത് ഈ കമ്മീഷനുകളൊക്കെ അവിടെ ചോദ്യം ഉറപ്പായിട്ടും വരുന്ന മേഖലയാണ്. അപ്പോൾ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്നാണ് നമ്മൾ വർഷം പഠിച്ച 1952 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ലക്ഷ്യം. അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, അതായിരുന്നു. പിന്നീട് ശുപാർശകൾ പറയുമ്പം ത്രിഭാഷാ പദ്ധതി, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ, അധ്യാപക പരിശീലനം. ക്ലിയർ ആയെന്ന് കരുതുന്നു. 2 കമ്മീഷൻ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ നമ്മളുടെ ക്വസ്റ്റ്യനകത്തുണ്ടായിരുന്ന DS കോത്താരി കമ്മീഷൻ 1964. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം, ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃക പറയുന്നു ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. DS കോത്താരി കമ്മീഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃക. പിന്നീട് താണ്ടെ നമ്മുടെ ശുപാർശകളിൽ 10+2+3 മാതൃക, 10+2+3 10+2+3 ഇതാണ് പഠിക്കാൻ എളുപ്പം. അപ്പോൾ ആ മാതൃക കൊണ്ടുവന്നത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. പിന്നീട് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. പെട്ടെന്ന് വായിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളാണ്, അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക, ഇത് പ്രധാനപ്പെട്ട ഒരു ശുപാർശ. പിന്നീട് നമ്മൾ പറഞ്ഞു സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. പിന്നീട് മൂല്യ വിദ്യാഭ്യാസം കണ്ടോ, ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തന്നത് ഇത് രണ്ടുമാണ്. ഏതാ? 10+2+3 മൂല്യ വിദ്യാഭ്യാസം. അപ്പോൾ പഠിച്ചല്ലോ, ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. അപ്പോൾ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയാണ്. 64 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. രാധാകൃഷ്ണൻ കമ്മീഷൻ ആണെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസം. ശുപാർശകളൊക്കെ നമ്മൾ പറഞ്ഞത് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, അതാണ് നമ്മൾ അവസാനമായിട്ട് നോക്കിയത്. ഓക്കെ, അപ്പോൾ 3 വിദ്യാഭ്യാസ കമ്മീഷനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാൻ. നിങ്ങളെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ മീൻസ് ഇത്രയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ആ 3 സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച് വന്നപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം നോക്കാം എന്ന് കരുതിയാണ് ഈ ഒരു ചോദ്യം എടുത്തിട്ട് വന്നത്. അപ്പോൾ ലോകരാജ്യങ്ങൾ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനമെന്ന് പറയുന്നത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 7ാം സ്ഥാനമാണ് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വിസ്തൃതിയാണ് ചോദ്യം. ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28
3.28 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. ഓക്കെ, അപ്പോഴും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പഠിച്ചിരുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷനും. പിന്നീട് നമ്മൾ 1857 റിവോൾട്ട്, അതിൻ്റെ നേതാക്കന്മാർ, അത് പഠിച്ചു. പിന്നീട് നമ്മൾ വിദ്യാഭ്യാസ കമ്മീഷൻ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ, വേറൊന്നും അല്ല. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.